ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്കാണെങ്കിൽ കാശിക്കുള്ള ടെസ്റ്റും നോട്ടും എല്ലാം വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ബാഗ് വാങ്ങിക്കണം, ബോട്ടിൽ വാങ്ങിക്കണം, ടിഫിൻ ബോക്സ് വാങ്ങിക്കണം, എല്ലാം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അയ്യപ്പയിലോട്ടാണ് പോയത്. ഇപ്പോൾ അയ്യപ്പ കിടക്കുന്നതുകൊണ്ട് ഞാൻ വേറെ ഒരു കടയിലും പോകത്തില്ല ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ. പിന്നെ നമുക്ക് സെപ്പറേറ്റ് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പും ഷൂ ഒക്കെ വാങ്ങിക്കാനായിട്ടാണ്. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കിയാൽ അവൾ മുഖം പൊത്തിയിരിക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നേരത്തെ ഒരു വീഡിയോസിൽ ഇവളുണ്ട് കേട്ടോ, അന്നേരം മുഖം പൊത്തിയിരിക്കാനായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ബാഗ് നോക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഏട്ടനാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പം ഞാനും ശ്രീമോനും കാശിയും കൂടെയാണ് അകത്തോട്ട് കയറിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നറോട്ടോയുടെ ബാഗ് വേണമെന്നും പറഞ്ഞാണ് കാശി തന്നെ തപ്പുവാണ്. ഞാൻ ചേച്ചി അവിടെ നിന്നു, അവന് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറയാം. അപ്പോഴത്തേക്ക് ശ്രീമോനാണെങ്കിൽ ശ്രീമോൻ്റെ അളവിനുള്ള ഓർമ്മ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുവാണ്. അവിടെ ഇരട്ടി പണി അവർക്ക് വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എന്തുമായാലും അവിടെ നിന്നൊരു നറോട്ടോയുടെ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബാഗ് വാങ്ങിക്കുവാണ്. ലഞ്ച് ബാഗ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒരെണ്ണം കിട്ടിയില്ല. ഞാനിങ്ങനെ ചതുരത്തിലിരിക്കുന്നതല്ല ഉദ്ദേശിച്ചത്, കുറച്ചും കൂടെ ഓവൽ ഷേപ്പിലിരിക്കുന്ന ഒരെണ്ണമാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നേ. അങ്ങനെ ഇവിടുന്ന് ഞാൻ എന്തായാലും ബോട്ടിലും എല്ലാം വാങ്ങിച്ചിട്ട് നേരെ ഫ്രണ്ടിലെ അയ്യപ്പയെ കയറി ബുക്ക് വാങ്ങിക്കാനായിട്ട് കയറുവാണ്. ബുക്കും പെൻസിലും ഇതെല്ലാം ഞാനാണെങ്കിൽ ഒത്തിരി അങ്ങ് വാങ്ങിക്കും കേട്ടോ, ഓരോ സെറ്റായിട്ട് അങ്ങ് വാങ്ങിക്കും. അതാകുമ്പോൾ പിന്നെ എപ്പോഴെപ്പോഴും വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. ബുക്ക് പൊതിയുന്ന കവർ വാങ്ങിച്ചു. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനിയും നമ്മൾ പോകുന്നത് ഷൂവും നമ്മുടെ ചെരുപ്പും വാങ്ങിക്കാനായിട്ടാണ്. അങ്ങനെ അനസെന്നും പറഞ്ഞൊരു കടയുണ്ട് നമ്മുടെ ആണ്ടാമുക്കത്താണ് കേട്ടോ. അങ്ങനെ ഒരു വട്ടം ഏട്ടൻ എനിക്ക് വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കട ഞാൻ കണ്ടത്. അങ്ങനെ അവിടെ വന്ന് ആദ്യം എടുത്ത ഷൂ തന്നെ കറക്റ്റ് അളവായിരുന്നു. അന്നേരെ കാശി അതങ്ങ് എടുത്തു. അതുകൊണ്ട് വലിയ സംശയമൊന്നും വന്നതുമില്ല, ഒരുപാട് തപ്പണ്ടിയും വന്നില്ല. പിന്നെ ഒരു കാഷ്വൽ വെയറും വേണമായിരുന്നു, മഴയൊക്കെ പെയ്യുമ്പോൾ അതിടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ചിട്ട് നേരെ അവിടുന്ന് വന്നത് ഒരു ഷവർമ കഴിക്കാം, ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. അത് അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ ബീച്ച് റോഡിലുള്ള ഒരു ബേക്കറിയിലാണ് കയറിയത്. അവിടെ വന്നിട്ട് ഞാനൊരു പ്ലേറ്റ് ഷവർമയും പറഞ്ഞു, ഏട്ടനാണെങ്കിൽ ഒരു ABC ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. ശ്രീമോനെല്ലാം അവിടെ നിന്നുകൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് കാശി. അതും എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുവാണ്. കാശിക്കാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്, ഏത് വേണമെന്ന് ഇതുവരെ അവൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഏട്ടൻ്റെ ജ്യൂസ് വന്ന് ഏട്ടൻ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഷവർമയും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ ബീച്ചിലിരുന്നിട്ട് പോകാം, ഒത്തിരി നാളായി ബീച്ചിലോട്ടൊന്നും അങ്ങനെ വരാറില്ല, അങ്ങനെ ബീച്ചിലൊന്ന് കയറിയിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് വരുവാണേ. അപ്പം ഞാൻ അവിടുന്ന് വെള്ളം കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി, ഒരു കുലുക്കി കുടിക്കാമെന്ന് കരുതി വരുവാണ്. അപ്പം എനിക്ക് നല്ല ചുമയും പനിയും ഉണ്ട്. പക്ഷേ ഇത് ഷവർമ കഴിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു ലൈം കുടിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു കുലുക്കി പറഞ്ഞിട്ടുണ്ട്, കാശിക്ക് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. കാശി അവിടെ വെച്ച് കുടിച്ചില്ലെന്നല്ല, നമ്മളാണെങ്കിൽ 3 ലൈം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ 3 ലൈമും ഫ്രഷ് ലൈമാണ് പറഞ്ഞത്, സോഡ വേണ്ടെന്ന് പറഞ്ഞു. അവരാണെന്നുണ്ടെങ്കിൽ സോഡ അടിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ബില്ല് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, പൈസ ഇങ്ങ് തിരിച്ചു തന്നേരം, ഞങ്ങൾക്ക് സോഡ ലൈം വേണ്ട, ഇനിയിപ്പോൾ നിൽക്കാനും വയ്യാന്നും പറഞ്ഞുകൊണ്ട് കുടിക്കാതെ നമ്മളിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കുലുക്കി വാങ്ങിച്ച് കുടിക്കുവാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ കുടിച്ച് നോക്കുവാണോ അതോ ശ്രീമോന് കൊടുത്താണോ എന്തോ എനിക്കറിയാൻ വയ്യ. കുടിച്ച് നോക്കിയത് എന്തോ ആണ് കേട്ടോ, മധുരം ഉണ്ടോന്നോ തണുപ്പുണ്ടോ എന്ന് അങ്ങോട്ട് നോക്കിയതാണ് ഞാൻ തണുപ്പ് കുടിക്കുന്നതിന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കളിപ്പാട്ടം എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ശ്രീമോൻ അങ്ങോട്ട് പോയി. അയ്യപ്പ ചെന്നപ്പോൾ എന്തോ ആയി, ഇതൊന്നും കണ്ടില്ല കൊച്ച്. കാര്യം എന്താണെന്ന് വെച്ചാൽ കളിപ്പാട്ടം എല്ലാം ഇപ്പോൾ മുകളിലെ നിലയിലാണ്, താഴെയെല്ലാം ഈ സ്കൂളിലെ ഐറ്റംസ്, സ്കൂളിൽ പോകാനുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നേ. അങ്ങനെ ഓരോ കടയിലും പോയി നിന്നുകൊണ്ട് ഓരോ സാധനങ്ങൾ നോക്കുവാണ്. അപ്പോൾ കോഴിയൊക്കെ എടുത്ത് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ താഴോട്ടിങ് ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്ത കടയുടെ നേരെ പോവാണ്. പപ്പ പിടിക്കണ്ടെന്ന് പറഞ്ഞാണ് കയ്യെ പിടിച്ച് വലിക്കുന്നത്. അങ്ങനെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് എന്തിനെയോ കണ്ട് പേടിച്ച് കുഞ്ഞാണെങ്കിൽ പപ്പയുടെ കയ്യിൽ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് കാശിക്ക് കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞേ. നമ്മളാണെങ്കിൽ ഒരുപാട് വട്ടം ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും കുതിരപ്പുറത്ത് കാശി ഇതുവരെ കയറ്റിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ കയറ്റാത്തതിൻ്റെ കാര്യം ഇത് കൊച്ചു കുതിര ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ കയറ്റിയത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തന്നെ കയറാൻ പേടിയാണ്, ആരെങ്കിലും ഒരാൾ കൂടെ കയറണം. ഞങ്ങൾ രണ്ടുപേരും കയറത്തില്ല, ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ടാണ് കയറ്റാഞ്ഞത്. അപ്പോൾ ലച്ചുവിനും ഇവനെയും കൂടെ കയറ്റാമെന്ന് വിചാരിച്ച് ആ സമയത്തൊന്നും ഇങ്ങനെ 2 പേരെ കയറ്റത്തില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതും 2 പേരെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കാശിയെ മാത്രം കയറ്റി, വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കാശിയുടെ കൂടെ നടക്കുവാണ് കേട്ടോ. ബീച്ചിലൊക്കെ നല്ല ആളുണ്ടായിരുന്നേ. ഇത് നമ്മൾ ഏത് ദിവസമാണ് പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞായറാഴ്ചയല്ല, എന്തായാലും തിങ്കളോ ചൊവ്വ എന്തോ ആണ്. അങ്ങനെ എന്തുമായാലും നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് എതിരെ വേറൊരു കുതിര വന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലെന്ന് തോന്നുന്നു, ഞാനങ്ങ് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കുതിരയെ കണ്ടിട്ട് ഓടി വന്നതാണ്. അപ്പോഴത്തേക്ക് ഈ വലിച്ചുകൊണ്ട് പോകുന്ന പയ്യനാണെങ്കിൽ എന്തുമായാലും അതിനെ പിടിച്ച് മാറ്റി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു മതി എനിക്ക് പേടിയാവുന്നു. കാശി അങ്ങ് പേടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കുതിര വന്നപ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ അവനെ ഇറക്കി. ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ആതിരയുടെ മോളാണ് കേട്ടോ. മോനെ പോലെ അവളെ ഡ്രസ്സെല്ലാം ഇടിച്ച് മുടിയൊക്കെ വെട്ടി നടത്തിക്കൊണ്ടിരിക്കും.
പോയിക്കൊണ്ടിരിക്കുവാണ്. കാശിയുടെ ഫ്രണ്ട് ആദിയാണ്. ഇത് ആദിയുടെ അമ്മ എന്തുവാ എൻ്റെ ഫ്രണ്ടുമാണ്. അത് നമ്മൾ ട്യൂഷന് പോയിട്ടുള്ള പരിചയമാണ് കേട്ടോ. അങ്ങനെ അവരെയും കണ്ട് കുറേ നേരം നമ്മൾ അവിടെ നിന്നിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ടിങ്ങ് പോരുവാണേ. നമ്മുടെ അമ്പലത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങാറായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടിങ്ങ് പോന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.